ഈ വിഷയം ഈ സർവീസ് റോഡ് ഇതിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ വളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഈ പാലക്കാട് റോഡിലേക്ക് ഒരു റോഡുണ്ട്, അതുപോലെ പെരിന്തൽമണ്ണയിലേക്കുള്ള ഒരു റോഡുണ്ട്. അതൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് റോഡിന് അനുമതിയായ വിവരം അദ്ദേഹം ഇന്ന് കോട്ടക്കൽ റെസ്റ്റ് ഹൗസിൽ ഇന്ന് ഈ സമയത്ത് ഉണ്ടായിരുന്നു. 3:30 ശേഷം അവിടെ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനായ MP അറിയിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന്. വളാഞ്ചേരി വട്ടപ്പാറയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ 6 വരി പാതയുടെ സർവീസ് റോഡ് വട്ടപ്പാറയിലെ പഴയ CI ഓഫീസ് പരിസരത്ത് അവസാനിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞ് കാവുംപുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അനുമതിയായി. ഇതോടെ പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യം യാഥാർത്ഥ്യമായി. വളാഞ്ചേരി നഗരസഭയുടെ പരാതിയെ തുടർന്ന് നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പൊന്നാനി MP അബ്ദുസമദ് സമദാനി, കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവരുടെ നിരന്തരമായ ഇടപെടലുകളാണ് ഈ അനുകൂല തീരുമാനത്തിലേക്ക് നയിച്ചത്. കോട്ടക്കൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ MP അബ്ദുസമദ് സമദാനി വിളിച്ചു ചേർത്ത യോഗത്തിൽ സർവീസ് റോഡിന് അനുമതി ലഭിച്ച വിവരം പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ MP അറിയിച്ചു. എസ്റ്റിമേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർവീസ് റോഡിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ദേശീയപാത ചെയർമാനുമായി അടിയന്തര ചർച്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. യോഗത്തിൽ MP അബ്ദുസമദ് സമദാനി, വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ, വളാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തീരുമാനം വട്ടപ്പാറയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്.